ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷൻ ബ്ലോക്കുകളെ കുറിച്ചാണ്. നമ്മളൊരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പ്രയത്നിച്ചിട്ടും അതിന് റിസൾട്ട് കിട്ടാതെ പോകുന്നത്, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാതെ പോകുന്നത് എന്നതിൻ്റെ പ്രധാനപ്പെട്ട 5 റീസൺസ് ആണ്. ഈ പറയുന്ന 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതിനനുസരിച്ച് ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഗോള് കൃത്യസമയത്ത് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും പ്രയത്നിക്കുന്നത്, ഒരു പക്ഷേ ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, വെൽത്ത് മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, വാട്ട് എവർ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന 5 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമം തിരുത്താനും ശ്രമിക്കുക. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പ്രധാന റീസൺ, അൺഡിഫൈൻഡ് ഗോൾസ്. നമ്മളൊരു കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും, എനിക്കിത് നേടണം അത് നേടണം എന്നൊക്കെ. പക്ഷെ വ്യക്തതയില്ല എന്ന് വിചാരിക്കാം. എവിടെ തുടങ്ങണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് തന്നെ വ്യക്തതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ് എന്താണ് ആഗ്രഹം അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുണ്ടെങ്കിൽ പൊതുവെ പറയുന്നൊരു കാര്യമാണ് എനിക്ക് റിച്ച് ആകണം, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അവിടെ ഒരു വ്യക്തതയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഗോളാണ് ആക്ച്വലി നേടാൻ ആഗ്രഹിക്കുന്നത്, അത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും നല്ലൊരു മാർഗം, അതായത് നമുക്ക് തന്നെ വ്യക്തത കിട്ടുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് റൈറ്റ് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷെ നമ്മുടെ മൈൻഡിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എന്നാലും നമ്മളിതൊരു നോട്ട്ബുക്കിൽ ഒരു പേന ഉപയോഗിച്ചുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വളരെ വ്യക്തതയുണ്ടാകും എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മുടെ മൈൻഡിൽ ഇന്ന തന്നെയൊക്കെയാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് എന്ന ഒരു കാര്യത്തിനേക്കാൾ കൂടുതൽ വ്യക്തതയാണ് നമ്മൾ ഒരു നോട്ട്ബുക്കിൽ ഒരു പേന ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലക്ഷ്യങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എത്ര വ്യക്തതയുണ്ടെങ്കിലും അതൊന്ന് റൈറ്റ് ഡൗൺ ചെയ്തുകൊണ്ട് വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. രണ്ടാമതായി, നമുക്ക് നേടാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന റീസൺ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ആളുകളുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ആക്ഷൻ എടുക്കാതെ ഒരിക്കലും ഒരു കാര്യത്തിന് നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഇനി ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് മോട്ടിവേഷൻ ഉണ്ട്, ഇന്ന് തന്നെ ഫുള്ള് കാര്യം ചെയ്യാം, അതല്ല. നമുക്ക് അവിടെ ഒരു കൺസിസ്റ്റൻസിയാണ് അത്യാവശ്യമായിട്ടുള്ളത്. ഇത്ര ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ എനിക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്തണം, അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിലുള്ള ക്ലാരിറ്റിയും അതിനു വേണ്ടി എടുക്കുന്ന ആക്ഷനും. അപ്പൊ ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ജോബ് സെർച്ചിങ്ങിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ജോബ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. ഇന്നത്തെ ആ ഒരു ദിവസം നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഗോളിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, എന്തെല്ലാം ആക്ഷൻസ് എടുക്കാം എന്നുള്ളത് ചിന്തിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്യൂമെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബ്രൗസ് ചെയ്യാം, അല്ലെങ്കിൽ റെഫറൻസ് മുഖാന്തരം ഉണ്ടെങ്കിൽ അതൊക്കെ എൻക്വയറി ചെയ്യാം. ഇതൊക്കെ ആ ഒരു പെർട്ടിക്കുലർ ഗോളിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെ നമ്മളെ കൊണ്ട് ഫസ്റ്റ് ഡേ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ ഒരു പെർട്ടിക്കുലർ ഗോളിന് വേണ്ടിയിട്ട്, അത് ചിന്തിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ, പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഗോളിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു മെയിൻ ബ്ലോക്ക് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞത് ഒട്ടും ആക്ഷൻ എടുക്കാത്തതാണെങ്കിൽ ചില ആളുകൾ ഹൈപ്പർ ആയിട്ട് ആക്ഷൻ എടുക്കുന്ന ആളുകളാണ്, അതായത് ഹൈപ്പർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഓവർ പ്രഷർ ചെയ്തുകൊണ്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഇതും ഒരു ബ്ലോക്കാണ്. അതായത് ഒരു ദിവസം ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, അതിനേക്കാൾ കൂടുതൽ പ്രഷർ നൽകുക, അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു വാശി, ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ അടിച്ചേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സോസ്റ്റഡ് ആയി മാറും, നമ്മൾ ടയേർഡ് ആയി മാറും.
ഒന്നോ രണ്ടോ ദിവസം ആ ഒരു പെർട്ടിക്കുലർ ഗോളിന് വേണ്ടിയിട്ട് ഓവർ ഫോക്കസ്ഡ് ആവും. മൂന്നാമത്തെ ദിവസം സ്വാഭാവികമായും മെന്റലിയും ഫിസിക്കലിയും ടയേർഡ് ആവും. ഇങ്ങനെയാണ് ഈ ഓവർ ഫോക്കസ്ഡ് ആവുന്ന ഒരു കാര്യം നമ്മളെ മാനിഫെസ്റ്റേഷനിൽ നിന്നും ബ്ലോക്ക് ആക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കാര്യം നേടാൻ കഴിയാത്തതിന്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഓവർ ഫോക്കസ്ഡ് ആവണം. നമ്മളെ കൊണ്ട് കഴിയില്ലാത്ത അത്രയും പ്രഷർ നമ്മൾ ഒരു ദിവസം തന്നെ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു പ്രശ്നമാണ് നിങ്ങൾ നേരിടുന്നത് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ബെസ്റ്റ് എഫേർട്ട് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഗോളിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അതെ, നിങ്ങളുടെ എനർജി ആണെങ്കിലും വാട്ട് എവർ ടൈം ആണെങ്കിലും എന്താണെങ്കിലും അതിനുശേഷം അത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. പിറ്റേ ദിവസം ഉണ്ടല്ലോ, രണ്ടാമത്തെ ദിവസം ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയതിനു ശേഷം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ബ്രേക്കുകൾ എടുത്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ നൽകിക്കൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഗോളിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. ഫോർത്ത് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡ്യൂഷൻസ് ഉണ്ടായിരിക്കും, അതൊക്കെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക്. ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്പിരിച്വൽ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല. ഓരോ ആളുകൾക്കും ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ചില തോന്നലുകൾ അല്ലെങ്കിൽ ചില ഡ്രീംസ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻസ് ആയിട്ട് ഗഡ് ഫീലിംഗ്, ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഡ്യൂഷൻസ്, നമുക്ക് ചില തോന്നലുകളൊക്കെ ലഭിക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് അത് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല ലഭിക്കുക. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും, എനിക്കത് തോന്നിയിരുന്നു പക്ഷെ ഞാൻ അതല്ല ചെയ്തത്, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഇങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡ്യൂഷൻ നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് മറ്റെന്തോ കാര്യം പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില തോന്നലുകളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക, അത് ഇഗ്നോർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഫൈനലി, ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിക്കാത്തതിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കും, ആ ആഗ്രഹിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഡൗട്ട്ഫുൾ ആയി തുടങ്ങും എന്നുള്ളതാണ്. ഒരു ഡൗട്ട്ഫുൾ മൈൻഡ് സെറ്റ് ആയിരിക്കും ഫെയ്ത്ത് മൈൻഡ് സെറ്റിനേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കുക. ഇതെങ്ങനെ കിട്ടും, ഇനി കിട്ടുമോ, ഹൗ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മളോട് തന്നെ ഓവറായിട്ട് ചോദിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. സോ ഒരുപാട് തവണ എങ്ങനെ, കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഡൗട്ട്ഫുൾ ആവും. അത് ഓവർ തിങ്കിങ്ങിലേക്ക് ലീഡ് ചെയ്യും. ഒരു പക്ഷേ നമുക്ക് സൊല്യൂഷനിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്താണെന്നുള്ളത് ആലോചിക്കാൻ പോലും നമുക്ക് കഴിയില്ല. നമ്മളെപ്പോഴും ലിമിറ്റേഷൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ലിമിറ്റഡ് ബിലീഫുകൾ കൂടി തുടങ്ങും, അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആകാൻ തുടങ്ങും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളൊരു കാര്യം നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഹൗ എന്നുള്ള ചോദ്യം കൂടുതലായിട്ട്, അതായത് എങ്ങനെ കിട്ടും, ആ പ്രോസസ്സ് എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, ഇപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രയത്നിക്കാം അല്ലെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കാം എന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ കുറെ കൂടി നമുക്ക് ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ടും അത് കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ്. സോ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്